നമ്മൾ സിനിമ ഇങ്ങനെ നമ്മുടെ എത്തണമെങ്കിൽ DOP ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ കുറെ നേരമായിട്ട് ചോദിക്കും. അതല്ല, നമ്മളത് ഒരു ടോപ്പിക്ക് വന്ന് അങ്ങനെ കയറി പോയി. നമ്മളിങ്ങനെ വേറൊരു ടോപ്പിക്കിലോട്ട് കയറി പോയി. നിരവധി ഫെസ്റ്റിവൽസ് മൂവീസ് മാത്രമല്ല, ഈ നേരത്തെ ബോംബെയില് എന്തൊക്കെയോ പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ എന്തോ തോന്നി? ഇല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കാരണം ഇത് ഒരു മിനിമൽ ക്രൂ വെച്ചിട്ട് മിനിമലിൻ്റെ അപ്പുറത്തായിരുന്നു ഇതിൻ്റെ ക്രൂ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഒന്നാമത് അതൊരു വലിയൊരു ചലഞ്ചായിരുന്നു. കാരണം പിന്നീട് ഈ പറയുന്ന പോലെ 2 സിനിമകളാണ് ചെയ്യേണ്ടത്. അത് അറ്റ് എ ടൈമിൽ ഈ പറയുന്ന അനശ്വരാണെങ്കിലും ഷിജിനാണെങ്കിലും പിന്നെ വേലപ്പൻ സാറാണെങ്കിലും ക്യാരക്ടർ മാറിയിട്ട് വരണം ടോട്ടലി. ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പം എന്താണ്, നമ്മൾ മമ്മൂക്കാക്ക് അവാർഡ് കിട്ടിയത് പൊന്തന്മാടിയും വിദ്യാനൊക്കെ വെച്ചിട്ടാണ്. കാരണം വിദ്യാനായിട്ടുള്ള ഒരാൾ പിന്നെ വളരെ വിദ്യാൻ ഇപ്പുറത്താണ് ശരിക്കും. പൊന്തന്മാടും വിദ്യാനും സിനിമ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് ഈ പിന്നെ അനശ്വരയുടെ ആക്ടിങ് ഒക്കെ. കാര്യം ഒരു തരത്ത് എന്താണ്, ഒരു സ്ത്രീയുടെ എല്ലാ പീഡനങ്ങളും അനുഭവിച്ചിട്ട് ഒതുങ്ങി കഴിയുന്ന ഒരു സ്ത്രീ. നേരെ ഇപ്പുറത്താണെങ്കിൽ കുറച്ചുകൂടെ ബോൾഡായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. അപ്പം ഇത്തരം ക്യാരക്ടർ അവർ ചെയ്യുന്നപ്പോഴും എനിക്ക് ഒരു ചലഞ്ചായിട്ട് വരുന്നത് എൻ്റെ ഈ 2 മൂഡുകളാണ്. ഒന്ന് ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു മൂഡും മറ്റേത് കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള മൂഡുമാണ്. അപ്പോൾ ഈ ഇത്തരം സിറ്റുവേഷൻസിൽ ചെയ്യുമ്പോണ്ടാകുന്ന, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടാകുന്ന ചില ഇതുണ്ട്. കാരണം ലൈറ്റിങ് ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഇങ്ങനെ ആവണം എന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ. ഞാൻ സിദ്ദീഖ് സാറായിട്ട് സംസാരിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ക്യാരക്ടർ സുഹറ എന്ന് പറയുന്ന ക്യാരക്ടർ ഇച്ചിരിയുടെ ഡാർക്കായിട്ടും മറ്റൊരു ഇച്ചിരി ബ്രൈറ്റായിട്ടും. അത് ഈ പറയുന്ന പോലെ എത്രമാത്രം അത് അതിൻ്റെ ഔന്നിത്യത്തിലേക്ക് എത്താൻ പറ്റിയെന്നുള്ളത് എനിക്ക് പറഞ്ഞറിയാൻ പറ്റില്ല. പക്ഷെ എന്നാലും എന്നെ കൊണ്ട് ചെയ്യുന്നത് ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക്. സാറേ, ഒരു ഒരാള് ആക്ടർ അവര് സന്തോഷവതി ആവാനും അല്ലെങ്കിൽ ദുഃഖമാവാനും ക്യാമറയുടെ ലൈറ്റിങ്ങിനും ക്യാമറയ്ക്കും തീർച്ചയായിട്ടും അത് എത്രമാത്രം ഇതിൽ ഈ കാര്യത്തിൽ ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഹിന്ദു ക്യാരക്ടറായിട്ടാണ്, ഡാർക്കും ഒരു ഇതായിട്ടും ഒരു മൂഡും ഫേസിലെ ഇതെല്ലാം വരണമല്ലോ. തീർച്ചയായിട്ടും അത് ഫോട്ടോഗ്രാഫി മാത്രമല്ല, ഈവൻ കോസ്റ്റ്യൂം പോലും അതിന് സപ്പോർട്ട്, ഈവൻ മേക്കപ്പ് പോലും അതിന് ഒരു ഘടകമാണ്. അപ്പം ഇതൊക്കെ ഒത്തു വരുമ്പോഴാണ് ഒരു ഈ പറയുന്ന ഒരു സാധനം. ഇപ്പം ഓട്ടോമാറ്റിക്കലി ഇപ്പം പിന്നെ മറ്റേ ശ്രീദേവി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പെട്ടെന്ന് സാർ പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഷോട്ട് അതിലേക്ക് പോകാം എന്ന് പറയും. അപ്പോൾ അതിലേക്ക് പോകാന്ന് പറയുമ്പോൾ ഒരു പർദ്ദ ഇട്ടിട്ട് വരുമ്പം ആള് മാറി, പിന്നെ കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡൊക്കെ മേക്കപ്പിൽ കൊടുത്തിട്ടാകുമ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഒരു ലൈറ്റിങ്ങിൻ്റെ മൂഡ് അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പം ഈ ലൈറ്റ് ക്യാച്ച് ചെയ്യണം. നേരെ മുറിച്ച് അപ്പുറത്ത് അങ്ങനല്ല, അപ്പുറത്ത് ഒരു തുറന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് അതിനകത്ത് ഒരു പരിമിതിയില്ല. ഇതിനകത്ത് ചില പരിമിതികളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഈ സാധനം ചെയ്തിട്ടുള്ളത്. ഈ ക്യാമറയും ആർട്ടിസ്റ്റുമായിട്ടുള്ള ഒരു റിലേഷൻ ശരിക്കും ഒരു കെമിസ്ട്രി ശരിക്കും വരണ്ടേ എപ്പോഴും ആക്ടിങ്ങിൽ. അപ്പോൾ നമ്മൾ ഇന്ന സ്ഥലത്ത് നിൽക്കണം അല്ലെങ്കിൽ ഇന്ന ആംഗിളിലേക്ക് നോക്കി അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് എത്രമാത്രം ഇതിലേക്ക് നമ്മൾ അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ അത് വരേണ്ടതൊക്കെ എങ്ങനെയായിരുന്നു ശരിക്കും? തീർച്ചയായിട്ടും അത് വലിയൊരു ഞാനിപ്പം ഒരു കോമ്പിനേഷൻ 3 ആളൊക്കെ ഉള്ള ഒരു കോമ്പിനേഷൻ ഷൂട്ട് ചെയ്യുമ്പം ലുക്ക് ഒരിക്കലും ഡയറക്റ്റ് കൊടുക്കാൻ പാടില്ല ശരിക്കും. അത് ക്യാമറയ്ക്ക് ഒരു ആംഗിൾ, ആ ആംഗിൾ മാത്രം ലുക്ക്, എന്നാലേ സിനിമ കാണുമ്പോൾ അവരിലേക്ക് നോക്കുന്ന പോലെ ഉണ്ടാവും. പക്ഷെ യഥാർത്ഥത്തിൽ അവരവിടെ നോക്കുകയായിരിക്കില്ല, ഞാൻ പറയുന്ന ഒരു ആംഗിളിലൊക്കെ ആയിരിക്കും അവർ നോക്കുക. നേരെ മറിച്ച് അവർ ഡയറക്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ അവർ വേറെ എവിടെയോ നോക്കുന്ന പോലെയൊക്കെ ഉണ്ടാവുക. അപ്പം അത് ഈ സിനിമോട്ടോഗ്രാഫിക്കൽ എന്താണ് അതിൻ്റെ ഒരു ബേസാണ്. അത് എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. എല്ലാവരും ബ്രേക്ക് റൂൾ ഉണ്ട്, ബ്രേക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം വരുമ്പോൾ ഷെജിൻ എന്ന് പറയുന്നത് ഒരുപാട് എക്സ്പീരിയൻസ് അല്ല, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ച ആക്ടേഴ്സ് 2 സിനിമയിലും അഭിനയിച്ചിരുന്നതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഡയറക്ടറിന്റെ ഒരു ബ്രില്യൻസ് ഒക്കെ ഇതിൽ വരുമ്പോൾ അത് നിങ്ങളൊരു എന്താ പറയുക, നിങ്ങളുടെ ഒരു കെമിസ്ട്രി ഒക്കെ എങ്ങനെയാണ് അതിന്റെ ഒരു ചലഞ്ചായിരുന്നു ശരിക്കും പറഞ്ഞത്? തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പം ഒരു മുമ്പൊക്കെ ഒരു 180 പോയിട്ട് അതിന്റെ അപ്പുറത്ത് കിടക്കാൻ പാടില്ല, ഇൻ ബിറ്റ്വീൻ വേറെ ഷോട്ട് വേണമെന്നൊക്കെ പറയാം. അതൊക്കെ ബ്രേക്ക് ചെയ്തു. അതിപ്പോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും, പക്ഷെ ആള് ഉൾക്കൊണ്ടാൽ മതി, ഒരു കാഴ്ചക്കാരന് അത് കിട്ടിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ അക്കാഡമിക്കൽ സിനിമ ആകുമ്പോൾ ഇത്തരം സിനിമകൾ വരുമ്പോൾ
ഉണ്ടാകുന്ന കുറേ ക്രൈസിസ് ഉണ്ട്. കാരണം ഇങ്ങനെ പാടുള്ളൂ അങ്ങനെ പാടുള്ളൂ നല്ലൊരു, പക്ഷെ എന്നാൽ പോലും അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഇറാനിയൻ സിനിമകളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ സിനിമകൾ കാണുമ്പോഴൊക്കെ നമുക്ക് ഒരു ഷോട്ടിൽ നിന്ന് മറ്റേ ഷോട്ടിലേക്ക് ആദ്യമൊക്കെ പറയുന്നു ഒരു വൈഡ് ഷോട്ടിൽ നിന്ന് ഒരു മിഡ് വന്ന് പിന്നെ ക്ലോസിലേക്ക് പോകാൻ പറ്റുമെന്നൊക്കെ പറയും. ഇപ്പം അതൊന്നുമില്ല. ഇപ്പോൾ ഡയറക്റ്റ്ലി നിങ്ങളൊരു വൈഡ് ഷോട്ട് നേരെ എക്സ്ട്രീം ക്ലോസിലേക്ക് വരും. അപ്പം ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവനത് കൺവിൻസ് ആണ്. അപ്പം എന്താ പറയുക, ഇപ്പം അത് ഫുൾ ബ്രേക്ക് ചെയ്തിട്ടാണുള്ളത്. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ഈ സംഭവമൊക്കെ ചെയ്തത്. അതായത് എപ്പോഴും ഒരു ക്യാമറമാൻ എന്ന് പറഞ്ഞ ഒരു പകുതി ഡയറക്ടർ ആയിരിക്കും, ബാക്കി ഇവർക്ക് രണ്ടുപേരും ഫുൾ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആ അവരുടെ ഒരു ഇൻപുട്ട് എന്തായിരുന്നു? അല്ല, തീർച്ചയായിട്ടും സിനിമ പറഞ്ഞാൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ശരിക്കും ഞാൻ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ ഈ ഡയറക്ടറും ഈ ക്യാമറമാനും സ്ക്രിപ്റ്റ് റൈറ്ററും തമ്മിൽ ഒരു മത്സരം തന്നെയായിരിക്കും. ഒച്ചപ്പാടുണ്ടാവും, ബഹളം ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. നിങ്ങൾ മൂന്നുപേരും എങ്ങനെയാണ്? അല്ല, തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ കാഴ്ചപ്പാടുള്ള തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. സിനിമ എന്ന് പറഞ്ഞാൽ ഡയറക്ടറുടേതാണ്. പക്ഷേ നമ്മുടെ ഡയറക്ടറുടെ ആയാൽ പോലും തന്നെ നമ്മുടെ ഒരു എന്താ പറയുക, ഈ ഒരു കെമിസ്ട്രി, അതായത് നല്ല ഒരു ക്യാമറമാനെ കിട്ടുകയാണെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ടാവണം, ഒരു ക്യാമറമാന് ഉണ്ടാവണം. അതേപോലെ തന്നെ ക്യാമറമാൻ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സും ഡയറക്ടർക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നല്ലൊരു സിനിമ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് തീർച്ചയായിട്ടും ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത് ഇതിൻ്റെ എഡിറ്റർ എൻ്റെ സുഹൃത്ത് ശൈലേഷ്. അപ്പം പുള്ളി ഞാൻ വിളിച്ച് ചോദിക്കും, ഫസ്റ്റ് കട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. പുള്ളി പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ ഈ സിനിമ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്കത് ഭയങ്കര നഷ്ടമായി പോയെന്ന് പുള്ളി പറഞ്ഞു. ആ ഒരു വിശ്വാസം അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയൊരു അതെ. പുള്ളി അത് പറയുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്തൊരു എന്താ പറയണ്ട ഒരു സന്തോഷം എനിക്ക് ഉണ്ടാവാറുണ്ട്. അത് ഞാൻ ഡയറക്ടർ സാറോടും ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ല, എന്നാൽ മാത്രം നല്ല സിനിമകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരാള് മുട കാണിച്ച മൊത്തം പോയില്ല, മൊത്തം ക്രൂവിനെ ബാധിക്കും അത്. അല്ലല്ല, നന്നായിട്ടുണ്ട്. ആ ക്യാരക്ടറിന് ആപ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. അല്ല, തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇവരൊക്കെ കാണുമ്പോൾ എനിക്ക് ആ ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് ആപ്റ്റായിട്ട് തോന്നി. കാരണം അവരുടെ ഫേസും ചലനവും ഒക്കെ, പിന്നെ ഡയറക്ടർ സാറെ പറഞ്ഞു കൊടുക്കുന്ന രീതിയും ഒക്കെ അതിനായിട്ട് ഭയങ്കര ഇൻവോൾവ് ആയിട്ട് തോന്നി. പിന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും വിഷമം പിടിച്ചതെന്ന് പറയുന്നത് ഇത് തന്നെ, നമ്മുടെ ഒരു മിനിമൽ സാധനത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ചലഞ്ച് ഉണ്ട്. അതാണ് ഏറ്റവും അടിപൊളിയാക്കി. ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കതൊരു ആ ഒരു ഇത് ഫിലിം ഫെസ്റ്റിവലിൽ പോകുന്ന ഒരു മൂവിയുടെ ഒരു അറിയാലോ, നമ്മൾ പല സിനിമകളും കാണാറുള്ളതാണ്.